الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله بن ستي വിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ പഠിപ്പിക്കുകയാണ്. എന്തിന്? മരണത്തോടുകൂടിയുള്ള ജീവിതം യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ. ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ചർച്ച ആഖിറമാണ്, പരലോകമാണ്. അനുബന്ധ ചർച്ച മാത്രമാണ് ദുനിയാവും ദുനിയാവിന്റെ സകല സംവിധാനങ്ങളും. അത് നേരെ തിരിച്ച് ദുനിയാവ് അടിസ്ഥാനവും ആഖിറം അനുബന്ധവുമാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഷഹാദത്തിനെ സംബന്ധിച്ചുള്ള വ്യക്തത ഇല്ലാതായി പോകുക എന്നത്. ഷഹാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഖിറത്തിൽ രക്ഷപ്പെടൽ മാത്രമാണ്. ദുനിയാവിൽ രക്ഷപ്പെടാൻ ഒരാൾ അള്ളാഹുമായിട്ട് കരാറിലായിരിക്കണം എന്നൊരു നിർബന്ധവും അള്ളാഹു തആല വെച്ചിട്ടില്ല. അത് നമ്മൾ പലതവണ ചർച്ച ചെയ്ത വിഷയമാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനിയും ചർച്ച ചെയ്യാനുമുള്ള വിഷയം അത് തന്നെയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ രണ്ട് വിധമാണ്, രണ്ട് തരത്തിലാണ് അള്ളാഹു തആല കാണുന്നത്. ഒന്ന്, ഈ ഭൂമിയിൽ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ജീവിച്ചു തീർക്കുന്ന മനുഷ്യൻ. രണ്ട്, ഈ ഭൂമിയിൽ ആവശ്യം പൂർത്തിയാക്കുന്നത് ആഖിറത്തിന്റെ രക്ഷയുമായി ബന്ധപ്പെടുത്തുന്ന മനുഷ്യൻ. രണ്ടിനും ഉപയോഗിക്കുന്നത് ആവശ്യം തന്നെയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പറഞ്ഞത് എന്താണ്?
ലക്കും ഫിൽ അർദി ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് മുസ്തഖറൻ താമസിക്കാനുള്ള സൗകര്യം വമത്താഉൻ ജീവിക്കാനുള്ള വിഭവങ്ങളും ഇലാഹി അതൊരു നിശ്ചയ സമയത്തേക്ക് മാത്രമായിരിക്കും. ഇത് മനുഷ്യരുടെ മൊത്തത്തിലുള്ള കൽപ്പനയാണ് അല്ലാഹുവിന്റെ. പരിശുദ്ധ ഖുർആനാണിത്, ഒരു സുമാറല്ല. ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യരോട് ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ തർത്തീബാക്കിയിട്ടുണ്ട്, ഇനി ഭൂമിയിൽ പോയി താമസിച്ചു കൊള്ളുക എന്ന് ഖുർആന്റെ കൽപ്പനയാണ്. ഇഹ്ബിതു ഫിൽ അർദ്, ഇഹ്ബിതു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളുക, നിങ്ങൾക്ക് ഭൂമിയിൽ എല്ലാ ഏർപ്പാടുകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എത്തിയതിനു ശേഷം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ആദ്യത്തെ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഫീഹാ തഹിയൗ, ഈ ഭൂമിയിലാണ് നിങ്ങൾ ഇനി ജീവിക്കേണ്ടത്. തഹിയൗ വഫീഹാ തമൂതൂൻ, ഈ ഭൂമിയിലായിരിക്കും നിങ്ങൾ മരിക്കേണ്ടി വരിക. മരിക്കലോടുകൂടി കടന്നു തീരുമോ? ഇല്ല. വമിൻഹാ തുഖ്റജൂൻ, മരണമെല്ലാം പൂർത്തിയായി അള്ളാഹുവിന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാൽ ഒരു ദിവസം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് ഉടനെ സംഭവിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. വമിൻഹാ, ഭൂമിയിൽ നിന്നായിരിക്കും തുഖ്റജൂൻ, നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരിക. അല്ലേ? ഇത് വ്യക്തമാക്കിക്കൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പലതിലും നമ്മളെ മുന്നറിയിപ്പ് നൽകിയത്. അഫഹസിബുത്തും, നിങ്ങൾക്ക് തോന്നിപ്പോയോ? മനുഷ്യരോടാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അഫഹസിബുത്തും, നിങ്ങൾക്ക് തോന്നിപ്പോയോ? അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ വിട്ടത് തമാശക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? മരിക്കലോടുകൂടി നിങ്ങളുടെ കഥ തീർന്നു, ഇനി അങ്ങോട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ജീവിച്ച് തീർക്കലാണ് ഇവിടുത്തെ ജോലി എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അന്നമാ ഖലഖനാകും അബസ വഅന്നകും, തീർച്ചയായും നിങ്ങൾ ഇലൈനാ ലാ തുർജഊൻ, എന്റെ അടുത്തേക്ക് ഇനി മടങ്ങി വരികയില്ല, എന്റെ അടുത്തേക്ക് ഇനി തിരിച്ചു വരികയില്ല എന്നെങ്ങാണ് നിങ്ങൾക്ക് തോന്നിപ്പോയോ? നിങ്ങൾ എന്ത് മനസ്സിലാക്കി ഈ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ? ഇത് ആരോടാ പറയുന്നത്? മുത്തഖീങ്ങളോടാണ്, സാധാ സീതാ മനുഷ്യരോടല്ല. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തയ്യാറാകുന്ന ദീനുൽ ഇസ്ലാമും ഷഹാദത്തുമായി ബന്ധപ്പെട്ടവരോടാണ് അല്ലാഹു തആല ആദ്യമായിട്ട് ഇത് പറയുന്നത്. മാലവരോട് വെറുതെ പറഞ്ഞു കൊടുക്കുകയല്ല, അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുക്കുകയും ആ ഷഹാദത്തിനെ പരിഗണിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന സമൂഹത്തോടാണ് അല്ലാഹു തആല സംസാരിക്കുന്നത്. അള്ളാഹുമായി കരാറിലുള്ളവരോടാണ് അല്ലാഹു തആല ആദർശം പറയുന്നത്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ കരാറ്, എഗ്രിമെന്റ്. അള്ളാഹുമായിട്ട് അടിമകൾ നടത്തിയ എഗ്രിമെന്റിനാണ് ഷഹാദ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായിട്ട് ഷഹാദത്തിനെ വെച്ചിരിക്കുന്നത്. ഒരാൾക്ക് മുസ്ലിം ആകണം എന്നുണ്ടെങ്കിൽ അയാൾ അള്ളാഹുമായിട്ട് എഗ്രിമെന്റ് ചെയ്യണം. മനുഷ്യനായി ജീവിക്കാൻ അന്നത്തെ എഗ്രിമെന്റിന്റെ ശർത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യനായി ജീവിക്കാൻ ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി മനുഷ്യനായി ജീവിക്കാൻ അങ്ങനെ ഒരു കരാറും അല്ലാഹു തആല മനുഷ്യരോട് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഷഹാദത്ത് തന്നാൽ നിങ്ങൾക്ക് തിന്നാൻ തരാം, നിങ്ങൾക്ക് ഷഹാദത്ത് തന്നാൽ നിങ്ങൾക്ക് വെള്ളം തരാം, നിങ്ങൾക്ക് ഷഹാദത്ത് തന്നാൽ നിങ്ങൾക്ക് മക്കളെ തരാം, ഇതൊന്നും അല്ലാഹു തആല ഡിമാൻഡ് ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് മനുഷ്യനോട് ഡിമാൻഡ് ചെയ്യുന്ന വിഷയം എന്താണ്? നിങ്ങൾക്ക് ആഖിറത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ, എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ 2 ഷഹാദ സഹിയാക്കണം. എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിന് മനസ്സിലാകാതെ പോയ വിഷയം ഇതാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തുടർന്ന് അങ്ങോട്ടുള്ള 10 തലമുറകൾക്ക് ഇത് വിശദീകരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഒരു ആദ്യത്തെ തലമുറയാണ്. ആകാശത്തിൽ നിന്ന് താമസം നിർത്തി ഭൂമിയിലേക്ക് താമസം മാറ്റിയ ആദം തന്റെ ഭാര്യ മക്കൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വേറെ വഴിക്ക് തിരിച്ചുവിടാനുള്ള ഏർപ്പാടൊന്നും വന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ 10 തലമുറ അവർ പൂർണ്ണമായും തൗഹീദിലാണ് എന്ന് ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസ് നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് അവർ പ്യൂർ തൗഹീദിലാണ്. കുല്ലുഹും ഫി തൗഹീദ് എന്ന് വെച്ചാൽ അല്ലാഹു അല്ലാത്ത ഒരു വിഷയത്തെ പറ്റിയുള്ള ചർച്ചയെ ആ 10 തലമുറകൾക്കില്ല. നാം പറഞ്ഞല്ലോ അത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ റസൂലാക്കിയില്ല, ശീസ് നബിയെ റസൂലാക്കിയില്ല, അതേപോലെ തന്നെ ഇദ്രീസ് നബിയെ റസൂലാക്കിയില്ല. എന്തുകൊണ്ടാണ് റസൂലാക്കാതിരുന്നത്? അവർക്കൊന്നും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. ഷഹാദത്ത് ലംഘിക്കുന്ന ഒരു വിഷയം വന്നിട്ടില്ല. അവർ റുബൂബിയത്തിലുള്ള ഷഹാദത്ത് അനുസരിച്ച് ജീവിക്കുകയാണ്. ആകാശത്തിൽ വെച്ച് അല്ലാഹു തആലക്ക് നൽകിയൊരു കരാറുണ്ടല്ലോ, 2 കരാർ നാം പറഞ്ഞു തന്നിട്ടുണ്ട്. 2 കരാറാണ്.
ഒന്ന് ഷഹാദത്തുർ റുബൂബിയ്യ, അല്ലാഹു റബ്ബാണ് എന്ന കാര്യം ഞാൻ ജീവിച്ചു തെളിയിക്കും. എന്റെ റബ്ബ് അല്ലാഹു ആണെന്നത് എന്റെ ജീവിതം സാക്ഷിയായിരിക്കും. എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്നതിന് എന്റെ ജീവിതം സാക്ഷിയായിരിക്കും. ഇത് ആകാശത്തിൽ കൊടുത്ത കരാറാണ് അല്ലാഹു തആലക്ക്. അള്ളാഹ്ക്ക് മനുഷ്യർ മുഴുവനും അള്ളാഹ്ക്ക് ആകാശത്തിൽ വെച്ച് കൊടുത്ത കരാറാണെന്ന് അള്ളയാണ് പറയുന്നത്. ഇത് അഖദ റബ്ബുക മിൻ ബനി ആദം എന്ന ആയത്തുണ്ട്. അവിടെ കൊടുത്ത ഷഹാദത്ത് അലസ്തു ബി റബ്ബിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. എന്താണ് അള്ളാഹു അന്ന് ചോദിക്കുന്നത് മനുഷ്യനോട്? മൊത്തത്തിൽ ആദം തൊട്ട് ലോകാവസാനം വരെ ഈ ഭൂമിയിൽ താമസിക്കേണ്ടി വരുന്ന മനുഷ്യനെ മൊത്തത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹു തആല എന്താണ് അവരോട് ആവശ്യപ്പെടുന്നത്? അള്ളാഹു തആല ആവശ്യപ്പെടുന്നത് നിങ്ങളെ റബ്ബ് ഞാനല്ലേ എന്നാണ്, നിങ്ങൾ ഇലാഹ് ഞാനല്ലേ എന്നല്ല. ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ. സമുദായം മുസ്ലിം ഉമ്മത്ത് ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ. പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹും തൗഹീദും സുന്നത്തും ചർച്ച ചെയ്യുന്ന, അതിന് സൗഭാഗ്യം ലഭിച്ച സലഫികൾ ഇതിന്റെ ആഴങ്ങളിൽ ചെന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു യന്ത്രജീവിതം മാത്രമായി തീരും. മറ്റുള്ളവരെ പോലെ തന്നെ, മതക്കാരെ പോലെ യന്ത്രജീവിതം മാത്രമായി മാറും. മതക്കാരൻ നാം വിശദീകരിച്ചിട്ടുണ്ടല്ലോ. മതം വേറെ, ഇസ്ലാം വേറെ, ഇസങ്ങൾ വേറെ എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. മതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യ പൂർത്തീകരണത്തിന് ആത്മീയ ബന്ധമുണ്ടാക്കി കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി പുരോഹിത വർഗവും ഭരണകൂടവും ഉണ്ടാക്കിയതാണ് മതങ്ങൾ. അത് അത് ശരിക്കും മനസ്സിലാക്കിയെടുക്കണം. മതങ്ങൾക്ക് ആകാശവുമായിട്ട് ബന്ധമില്ല. ഉണ്ടോ? ഇവിടുത്തെ ഹിന്ദു മതത്തിന് ആകാശവുമായിട്ട് ബന്ധമുണ്ടോ? ഇവിടുത്തെ ക്രിസ്തു മതത്തിന് ആകാശവുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ജൂതമതത്തിന് ആകാശവുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ഷീഈ മതത്തിന് ആകാശവുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ഞാൻ ഈ ഷീഈ മതം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഇറാനിലേക്കാൾ ചിന്തിക്കുക. 1979 ശേഷം ആ മതത്തിന്റെ പേരിൽ ഒരു രാജ്യം നിലവിൽ വന്നു എന്ന് മാത്രം. ഷീയത്തും ഇറാനും തമ്മിലുള്ള ബന്ധം എന്താണ്? 1979 ഷീഈ മതക്കാരും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം നടന്നു. ഷീഈ മതക്കാരും അഹ്ലുസുന്നയും തമ്മിൽ യുദ്ധം നടന്നു. അഹ്ലുസുന്നയെ കൊന്നൊടുക്കി. അവരെല്ലാം സപ്പോർട്ട് ചെയ്തു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ക്യാപിറ്റലിസത്തിന്റെ ഉടമകളായ അമേരിക്കയും വന്ന് സപ്പോർട്ട് ചെയ്തു. സോഷ്യലിസത്തിന്റെ ഉടമകളായ റഷ്യയും വന്ന്, കമ്മ്യൂണിസത്തിന്റെ ഉടമകളായ റഷ്യയും വന്ന് സപ്പോർട്ട് ചെയ്തു. കേവല മതേതരത്വത്തിന്റെയും മറ്റും ആൾക്കാരായ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ സുന്നികളായ മുസ്ലിമീങ്ങളായ സകലതിനെയും കൊന്നൊടുക്കി. അങ്ങനെ ഷീഈ മതം സ്ഥാപിച്ചു ഇറാനിൽ 1979. അവർ ലോകത്ത് ക്രിസ്തു മതത്തിന് രാജ്യങ്ങളുണ്ട്. റോമ പോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട്. അതേപോലെ തന്നെ ഹിന്ദു മതത്തിന് രാജ്യങ്ങളുണ്ട്, നേപ്പാൾ പോലെ. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് രാജ്യങ്ങളുണ്ട്, റഷ്യ പോലെ. ഇതേപോലെ ഷീഈ മതത്തിന്റെ രാജ്യമായി രൂപാന്തരപ്പെട്ടു ഇറാൻ. ഇറാൻ ഒരു ഷീഈ രാജ്യമാണ്. അതുകൊണ്ട് ഷീഈ എന്ന് പറയുമ്പോഴേക്ക് ഇറാനിലേക്ക് പോകരുത്. ഇറാൻ ഒരു ഷിയാക്കൾ മുസ്ലിമീങ്ങളെ, അഹ്ലുസുന്നയിലെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി മതത്തിന്റെ ഷീഈ മതത്തിന്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടാക്കിയതാണ്. ആ രാജ്യം വികസിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഷീഈ മതവുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുക. ഇന്ന് നടക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധങ്ങളെല്ലാം ഷീഈ മതം സ്ഥാപിക്കാനാണ്. അതിനവർ ജൂതന്മാരെയും കൂട്ടുപിടിക്കും, ക്രിസ്ത്യാനികളെയും കൂട്ടുപിടിക്കും. അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിക്കാരെയും കൂട്ടുപിടിക്കും, ഫാസിസ്റ്റുകളെയും കൂട്ടുപിടിക്കും. ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ലോകത്ത് ഷീഈ മതം സ്ഥാപിച്ച് അടുത്ത നൂറ്റാണ്ടിലേക്ക് ഒരു ഷീഈ സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. വല്ലാഹി നടക്കുകയില്ല. ഒരിടത്ത് മുടക്കുമ്പോൾ ഒരിടത്ത് തകരും. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ വായനയാണ്. അതുകൊണ്ട് ഞാൻ ഷിയാക്കൾ എന്ന് പറയുമ്പോഴെല്ലാം കേരളത്തിലെ ആൾക്കാർ ഞാൻ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട മതക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയും. അല്ല, അതിന് മുമ്പേ ഷിയാക്കളുണ്ട് ലോകത്ത്. 1979 ഷീഈ മതത്തിന്റെ പേരിൽ ഇറാൻ എന്നൊരു രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഷിയാക്കളുണ്ട്. ഷിയാക്കളുടെ അടിസ്ഥാന ലക്ഷ്യം എന്താ? മരിച്ചുപോയ മഹാന്മാരെ ഇടയാളുകളാക്കി നിർത്തുക. അല്ലാഹുവുമായിട്ടുള്ള ബന്ധത്തിൽ മരിച്ചുപോയ മഹാന്മാരെ ഇടയാളുകളാക്കുക. റസൂലുള്ളാഹി തങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചിരിക്കുന്ന ശൈഖുകളെയും സൂഫികളെയും ഇടയാളാക്കുക. മരിച്ചുപോയ മഹാന്മാരെ ഇടയാളാക്കലോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലായി. ജീവിച്ചിരിക്കുന്ന ശൈഖുകളെയും വലിയകളെയും സൂഫികളെയും ഉലമാക്കളെയും ഇടയാളുകളാക്കലോടുകൂടി മുഹമ്മദ് റസൂൽ കൊടുത്ത ഷഹാദയും ബാത്തിലായി. ഈ മതക്കാര് മുഴുവനും ലോകത്ത്, ഈ മതക്കാരടക്കമുള്ളവർ ലോകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന മതസിദ്ധാന്തം എന്താണ്?
അവരുടെ മതം നിലനിൽക്കാൻ അവർ ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്താണ്, അവരുപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താ? ഈ ഭൂമിയിൽ നാം മനുഷ്യരാണ്, നമുക്ക് ആവശ്യങ്ങൾ പൂർത്തിയാവണം, നമുക്ക് ആഗ്രഹങ്ങൾ പൂർത്തിയായി കിട്ടണം, ബുദ്ധിമുട്ടുകൾ മാറി കിട്ടണം, നമുക്ക് ഭക്ഷണം കിട്ടണം, കച്ചവടം അതേപോലെ തന്നെ കുടിക്കാൻ വെള്ളം കിട്ടണം, അതേപോലെ തന്നെ കച്ചവടത്തിൽ ലാഭം കിട്ടണം, അതേപോലെ തന്നെ നല്ല ആരോഗ്യം വേണം, ഉള്ള രോഗം മാറി കിട്ടണം, കുടുംബം വേണം, മക്കളില്ലാത്തവർക്ക് മക്കൾ വേണം, ആമക്കളില്ലാത്തവർക്ക് ആമക്കളെ കിട്ടണം. ഇതൊക്കെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ആദർശവുമായി ബന്ധപ്പെട്ടതല്ല, ആവശ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ആവശ്യ പൂർത്തീകരണത്തെ ആത്മീയവൽക്കരിക്കുക എന്നതാണ് മതക്കാർ ചെയ്തത്. എന്താ കാര്യം? പാവപ്പെട്ട സാധാരണക്കാരനെ ചൂഷണം ചെയ്യണമെങ്കിൽ വിഷയങ്ങളെ ആത്മീയവൽക്കരിക്കേണ്ടതുണ്ട്, വിഷയങ്ങളെ. നിങ്ങൾക്ക് നേരെ തിരിച്ച് ഇസത്തിലേക്ക് പോ. ഇസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതികമായ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് അധികാരത്തെയും പണത്തെയും അനുകൂലമാക്കി എടുക്കുക. ഇതാണ് ഇസം. ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ഇതിന്റെ നിർവചനം, മതത്തിന്റെ നിർവചനവും ഇസത്തിന്റെ നിർവചനവും മനസ്സിലാക്കണം. അപ്പൊ ഇസ്ലാമിനെ മനസ്സിലാവും. മതം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ സംഘടിപ്പിക്കുന്നതിന് ആത്മീയ ബന്ധമുണ്ടാക്കണം എന്ന പുരോഹിതന്മാരുടെയും അധികാരി വർഗത്തിന്റെയും നിർമ്മിതിയാണ് മതങ്ങൾ. അതാണ് മതങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് മതങ്ങൾ എന്ന് പേരിട്ടു. അതാണ് മതം. മതം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അള്ളാഹുമായിട്ടാണ് ബന്ധിപ്പിക്കുക, ദൈവവുമായിട്ടാണ് ബന്ധിപ്പിക്കുക. അതാണ് ഞാൻ ആത്മീയ ബന്ധം എന്ന് പറയാൻ കാരണം. അപ്പൊ ആവശ്യ പൂർത്തീകരണത്തിന് ദൈവിക ബന്ധം ഉണ്ടാകാൻ മതം ആവശ്യമാണ്. അപ്പം അല്ലാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് നമ്മൾ നേരിട്ട് മെനക്കെട്ടാൽ നടക്കുകയില്ല. അതിന് അർഹതപ്പെട്ട ഇടയാളുകൾ വേണം എന്ന സിദ്ധാന്തത്തിലൂടെയാണ് മതങ്ങൾ ലോകത്ത് വരുന്നത്. അതാണ് പുരോഹിതന്മാർ ചെയ്തത്. അവർക്ക് ഭരണകൂടം സപ്പോർട്ട് ചെയ്തു. കാരണം ഭരണകൂടത്തിന്റെ ആവശ്യം ഇവിടുത്തെ പൊതുജനങ്ങളുടെ സപ്പോർട്ടാണ്. രാഷ്ട്രീയക്കാർക്ക് എല്ലാ കാലഘട്ടത്തിലും ആവശ്യം ആരാണ്? ഇവിടുത്തെ ബുദ്ധിജീവികളെയാണോ? ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ളവരെയാണോ? സാധാരണക്കാരെ, അന്നന്ന് ജീവിക്കുന്ന സാധാരണക്കാരെയാണ് രാഷ്ട്രീയക്കാർക്ക് ആവശ്യം. ആ സാധാരണക്കാരനെ പെട്ടെന്ന് അനുകൂലമാക്കി എടുക്കാൻ കഴിയില്ല. പിന്നെന്ത് വേണം? അവരുടെ ആവശ്യങ്ങളെ ആത്മീയതയുമായി ബന്ധിപ്പിച്ചു കൊടുക്കണം, അതിനാണ് ദേവന്മാരുണ്ടായതും ദേവികൾ ഉണ്ടായതും വലിയകൾ ഉണ്ടായതും ശൈഖുകൾ ഉണ്ടായതും. ആത്മീയ ബന്ധത്തിൽ സാധാരണക്കാരന്റെ മനസ്സ് ആത്മീയതയുമായി ബന്ധിപ്പിക്കാൻ മരിച്ചുപോയ മഹത്തുക്കളുടെ പോരിശകളും ശ്രേഷ്ഠതകളും കറാമത്തുകളും കുതിരത്തുകളും അവരുടെ മിടുക്കുകളും അവരുടെ എല്ലാം പറഞ്ഞ് സാധാരണക്കാരന്റെ മനസ്സിൽ എന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത് ഈ ശൈഖാണ് എന്ന ചിന്തയിൽ എത്തിച്ചേർക്കുക. അതോടുകൂടി അവരെന്താകും? അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ അടിമകളാവും. ആ അടിമകളെ ഉപയോഗപ്പെടുത്തി കാശുണ്ടാക്കുക എന്നാണ് പുരോഹിതന്മാരുടെ ലക്ഷ്യം. ആ പുരോഹിതന്മാരെ വെച്ച് സാധാരണക്കാരനെ എപ്പോഴും സജീവമാക്കി നിർത്തുക എന്നതാണ് രാഷ്ട്രീയക്കാരന്റെ ഭരണാധികാരികളുടെ ലക്ഷ്യം. അതിനുള്ളതാണ് മതങ്ങൾ. എല്ലാ കാലങ്ങളും അന്ന് തുടക്കം മുതലേ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രം പറഞ്ഞിരുന്നത് അത്ര കൃത്യമായിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. അപ്പൊ അവസാനമായിട്ട് വന്ന മതമാണ് ശീഈ മതം. പരിശുദ്ധ ഖുർആനിൽ പൂർവിക മതങ്ങളെ പറ്റി പറഞ്ഞതിനോട് ചേർത്ത് വായിക്കണം എന്നാ. കാരണം അഷ്റഫുൽ ഖൽക്കിന് ശേഷം പുതിയ റസൂലില്ല, അഷ്റഫുൽ ഖൽക്കിന് ശേഷം പുതിയ കിതാബില്ല, ഖുർആനിന് ശേഷം പുതിയ കിതാബില്ല. അതുകൊണ്ട് തന്നെ നല്ല ചാൻസ് ആണ് ഷിയാക്കൾക്ക്. കാരണം ഞങ്ങൾ ഖുർആനിലും ഹദീസിലൊന്നും ഞങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കുകയില്ല. ഏത് കാര്യമാണ് നമുക്ക് ദുനിയാവിൽ ഇസ്ലാമികവൽക്കരിക്കാൻ കഴിയുക? ഖുർആനിലും ഹദീസിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ വിഷയത്തിനും ഒഴിവാക്കാൻ പറ്റുകയില്ലേ? ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. മതക്കാര് മരിച്ചുപോയ മഹത്തുക്കളെയും ശൈഖുകളെയും വലിയകളെയും ബീവി ബാവമാരെയും അതേപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റ് പല കാര്യങ്ങളെയും അതുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളെയും ആത്മീയമായി അവതരിപ്പിച്ച് പുരോഹിതന്മാര് സാധാരണക്കാരനെ കൊണ്ട് ആ വിഷയത്തിൽ സജീവമാക്കിപ്പിക്കുക. ഇതാണ് മതങ്ങൾ. അധികാരവും പണവും ഉപയോഗിച്ചെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന വിശ്വാസത്തിലൂടെ സമൂഹത്തെ രാഷ്ട്രീയത്തിന്റെ അടിമകളാക്കി എടുക്കുക. ഇതാണ് ഇസങ്ങൾ. ആ ഇസങ്ങൾ ചിലപ്പോൾ ക്യാപിറ്റലിസം ആവാം, ചിലപ്പോൾ സോഷ്യലിസം ആവാം, ചിലപ്പോൾ ഫാസിസം ആകാം, ചിലപ്പോൾ നാസിസം ആകാം. അതിനുള്ള വിഷയം. സാധാരണക്കാരനെ ഹിറ്റ്ലർ എന്താ ചെയ്തത്? ജർമ്മനിയിൽ എന്താണ് ചെയ്തത്?
ആദർശവാദികളായ ജൂതന്മാരെ മുഴുവനും കൊന്നൊടുക്കി സാധുക്കളായ ജനങ്ങളാണ് ഞങ്ങളത് വെട്ടിത്തീർക്കുകയല്ലേ ഹിറ്റ്ലർ ചെയ്തത്. പക്ഷെ ഇവരുടെ എല്ലാം അവസാനം എന്താണെന്നുള്ളത് അന്നും ഇന്നും നമുക്കറിയുന്ന കാര്യമാണ്. അവര് സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് കെട്ടുറപ്പുള്ള സാമ്പത്തികവും അതേപോലെ തന്നെ സാങ്കേതികവുമായി കെട്ടുറപ്പുള്ള രാഷ്ട്രീയ വ്യവസ്ഥിതികളെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് വരുത്തി തീർക്കലാണ് ഇസ്ലാം ഇതിനെല്ലാം ഭിന്നമാണ്. ഇസ്ലാം ഒരിക്കലും ആവശ്യ പൂർത്തീകരണത്തിന് ആദർശത്തെ ഉപയോഗിക്കുന്നില്ല. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ആവശ്യ പൂർത്തീകരണത്തിന് ആദർശത്തെ ഉപയോഗിക്കുന്നില്ല. ആവശ്യ പൂർത്തീകരണത്തിന് അല്ലാഹു തആല സംവിധാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ പറ്റി മാത്രം ചർച്ച ചെയ്യുക. അതുകൊണ്ട് ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് മതവുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതില്ല. അവിടെയാണ് ശീലി മതം ചർച്ചയിൽ വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത്. ക്രിസ്തു മതത്തെ പോലെ, ജൂതമതത്തെ പോലെ, മജൂസി മതത്തെ പോലെ, സാബിയ മതത്തെ പോലെ, അതേപോലെ തന്നെ സാബിഹ മതത്തെ പോലെ അതുപോലെയുള്ള മതങ്ങളോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മതമാണ് ശീലി മതം. മതങ്ങളെ ലിസ്റ്റിലാണ് ഷിയാക്കളെ പെടുത്തേണ്ടത്, ജാറത്തിന്റെ ആൾക്കാരെ പെടുത്തേണ്ടത്. ആ ശീലി വ്യവസ്ഥിതിക്ക് നേതൃത്വം വഹിക്കുന്ന ചിലപ്പോൾ കാരന്തൂരി തരീഖത്തായിരിക്കും, ചിലപ്പോൾ ചേളാരിയൻ തരീഖത്തായിരിക്കും, ചിലപ്പോൾ സംസ്ഥാന തരീഖത്തായിരിക്കും, ചിലപ്പോൾ ദക്ഷിണ തരീഖത്തായിരിക്കും. ഇതൊക്കെ കേരളത്തിൽ ശീലിയത്ത് വളർത്തിയെടുക്കാനുള്ള ജൂതന്റെ നിർമ്മിതികളാണ്. അവരാണ് സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇവർക്ക് നൽകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ ഹിദായത്തിന്റെ വഴിയിൽ നാളത്തേക്ക് വേണ്ടി ജീവിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം അല്ലാഹു തആലക്ക് നൽകാൻ പറ്റുകയുള്ളൂ നമുക്ക്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചാൽ നിങ്ങൾക്ക് തോന്നിപ്പോയോ? നിങ്ങളെ ഞാൻ തിരിച്ചെന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധമില്ലേ? നിങ്ങൾ മന്നക്കും ഇലൈനാ ലാ തുർജഊൻ, എന്റെ അടുത്തേക്ക് തിരിച്ചു വരൂല എന്നാണോ നിങ്ങൾ തിരിച്ചു വെച്ചിരിക്കുന്നത്? ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ സത്യം ചെയ്തുകൊണ്ട് നാം പറയുന്നു, അല്ലാഹുവാണ് പറയുന്നത്. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ, സ്വയാക്ഷേപാർഹമായ ആത്മാവിനെ, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്തു പോയല്ലോ എന്ന് ഏതൊരുത്തരും ചിന്തിക്കും. അത് നിരീശ്വരവാദിയും ചിന്തിക്കും. എന്നുള്ള ആ വാക്ക്, അതിനാണ് നഫ്സുൽ ലവ്വാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മനുഷ്യ സഹജമാണ്. അതിന് മതവും ജാതിയൊന്നും വേണ്ട. ഒരു തെറ്റ് സാമൂഹ്യമായി അംഗീകരിക്കപ്പെട്ടത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ന ചിന്താഗതി അത് മനുഷ്യനാണ്. അല്ലാത്തൊരു മൃഗത്തിന് തുല്യമായിട്ടാണ് അല്ലാഹു തആല കാണുന്നത്. രണ്ട് കാലുള്ള മൃഗം, അതല്ല, നാല് കാലുള്ള മൃഗത്തേക്കാൾ അധമന്മാരായിട്ട് അവരെ കാണുന്നു. അവർക്ക് എന്ന് തോന്നൂല. ചെയ്ത തെറ്റ് ആരാധനയായിട്ടാണ് തോന്നുക. സൂഫി ഷെയ്ഖുകളെ പോലെ. സൂഫി ഷെയ്ഖുകൾ കള്ളുകുടിക്കും, കഞ്ചാവടിക്കും. സൂഫി ഷെയ്ഖുകൾ അന്യ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടും. കാരണം അവർക്കതിൽ ഇല്ല. കാരണം എന്താ? അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ബാധകമല്ല. അവർ ലാ റബ്ബ ഇല്ലല്ലാഹ് ആളാണ്. അതുകൊണ്ട് അവരെ ദിക്ർ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അല്ലാഹ് മാത്രം. ഇവിടെയാണ് ഷിയാക്കൾ കുടുങ്ങിയിരിക്കുന്നത്. അവർ അല്ലാഹുവിനെ പറയുന്നത്, അവർ അല്ലാഹുവിനെ വിളിക്കുന്നത്, അവർ അല്ലാഹുവിനോടല്ലേ ചോദിക്കുന്നത്. അവിടെ ഇല്ലല്ലാഹ് അല്ല കൂട്ടരെ. ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം ലാ ഇലാഹയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം ഇല്ലല്ലാഹ് അല്ല, ലാ ഇലാഹയാണ്. ഇല്ലല്ലാഹ് പിന്നെ എന്തിനുള്ളതാണ്? ലാ എന്നതിനെ സ്ഥിരപ്പെടുത്താനുള്ളതാണ്. ലാ എന്നത് ഇല്ല എന്നാണ് അർത്ഥം. ഇല്ല എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ എന്ന് പറയാനാണ്. അറബി ഭാഷയിൽ ലാ എന്ന് പറയുന്നത് നെഗേഷനാണ്, ഇല്ല എന്ന് പറയാനാണ്. അറബി ഭാഷയിൽ ഇല്ല എന്ന് പറയുന്നത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിടത്ത് ഇല്ല പറഞ്ഞാൽ അതുണ്ട് എന്നർത്ഥമായി. അപ്പൊ ലാ ഇലാഹ, ഒന്നുമില്ല. പ്യൂർ നിരീശ്വരവാദം, അതാണ് ലാ ഇലാഹ. പ്യൂർ നിരീശ്വരവാദം. ഒന്നുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു കഴിവുമില്ല, ഒരു മതവുമില്ല, ഒരു ദൈവവുമില്ല, ഒന്നുമില്ല. ലാ ഇലാഹ. ശരിയാവുമോ? ഉടൻ തന്നെ നാം സമ്മതിക്കുകയാണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഒന്നുമില്ല എന്ന്. ഒന്നുണ്ട്. അതെന്താണ്? ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ ലാ ഇലാഹ, ആദ്യത്തെ ഷഹാദ, അഷ്ഹദു അല്ലാ ഇലാഹ, അത് തീരുമാനമായതിനു ശേഷം മതി ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് സൂഫികളുടെ ഇല്ലല്ലാഹ് ദിക്റിനെ നാം അപലപിക്കുന്നത്. സൂഫികളുടെയും ഷിയാക്കളുടെയും ആത്മീയ ജോലികളെ നാം അപലപിക്കുന്നതും അത് തികച്ചും നരകത്തിലേക്കുള്ള വഴിയാണെന്ന് നാം പറയുന്നത് എന്തുകൊണ്ടാണ്? ലാ ഇലാഹയെ അംഗീകരിക്കാത്ത ഇല്ലല്ലക്കാരാണ് എല്ലാവരും.
ദ്രാവിഡ മതക്കാർ ഇല്ലള്ളന്റെ പാർട്ടിയാണ്, ആര്യമതക്കാർ ഇല്ലള്ളന്റെ പാർട്ടിയാണ്, ജൂതന്മാർ ഇല്ലള്ളന്റെ പാർട്ടിയാണ്, ക്രിസ്ത്യാനികൾ ഇല്ലള്ളന്റെ പാർട്ടിയാണ്, ഷിയാക്കൾ ഇല്ലള്ളന്റെ പാർട്ടിയാണ്. എന്താണ് അതിലൂടെ അവർ പറയുന്നത്? അള്ളാഹു മാത്രമേ ഉള്ളൂ. പക്ഷെ ആ അള്ളാഹുവിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ നേരിട്ട് കിട്ടുകയില്ല. എന്താ കാര്യം? നമുക്കതിന് യോഗ്യതയില്ല. അപ്പൊ പിന്നെ എന്താണ് വേണ്ടത്? യോഗ്യതയുള്ളവരെ ഇടയിൽ നിർത്തണം. അപ്പോഴാണ് ഇലാഹുകളായത്. അതിനാണ് ഇലാഹുകൾ വേണ്ടി വന്നത്. ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? ഇടയിൽ നിർത്തപ്പെടുന്നവർ, ഇടയാളുകൾ. ദ്രാവിഡന്മാര് അവരുടെ ദേവീദേവന്മാരെ ഇടയാളുകളാക്കി അള്ളാഹുവിനെ കിട്ടാൻ, ആര്യന്മാര് അവരുടെ ദേവീദേവന്മാരെ ഇടയാളുകളാക്കി അള്ളാഹുവിനെ കിട്ടാൻ, ജൂതന്മാര് ഉസൈറിനെ ഇടയാളാക്കി അള്ളാഹുവിനെ കിട്ടാൻ, ക്രിസ്ത്യാനികൾ ഈശനബിയെയും മറിയത്തെയും ഇടയാളുകളാക്കി അള്ളാഹുവിനെ കിട്ടാൻ, ഷിയാക്കൾ ബദരീങ്ങളെയും മുഹമ്മദീശേഖങ്ങളെയും ദിഫായിശേഖങ്ങളെയും മമ്പർത്തങ്ങളെയും അതേപോലെയുള്ളവരെയും അതേപോലെ ആരൊക്കെയുണ്ടോ ഏതെല്ലാം പേരിൽ അറിയപ്പെടുന്ന പേര് പോലും നമുക്ക് പറയാൻ കൊള്ളാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ആ കൂട്ടത്തില്. അത്തരക്കാരെയൊക്കെ ഇടയാളുകളാക്കി ഷിയാക്കൾ. എന്താണ് മതങ്ങളും ഷിയാക്കളും തമ്മിൽ വ്യത്യാസം? ഹിന്ദു മതക്കാര് ദൈവത്തെ നിഷേധിച്ചുകൊണ്ടല്ല ദേവനെ ഉണ്ടാക്കിയിരിക്കുന്നത്, ദൈവത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ദേവനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ദൈവമതമാണ് എന്നല്ല, നമ്മൾ ദേവന്റെയും ദേവിയുടെയും മതമാണ് ഹിന്ദുമതം. അതിനാണ് പ്രസക്തി. ഷിയാക്കളും അങ്ങനെ തന്നെ. അള്ളാഹുവിനല്ല പ്രസക്തി അവർക്ക്, ശൈഖന്മാർക്കാണ്. അത് ഈ അടുത്ത കാലത്ത് വരെ അതിന്റെ ആൾക്കാർ പ്രസംഗിച്ച വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് നഫ്സുൽ ലമ്മായെ സത്യം ചെയ്തിട്ട് ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യർക്ക് തോന്നിപ്പോയോ, അല്ലൻ നജ്മഅ ഇളാമ, മനുഷ്യര് മരിച്ച് അവരെ കബറടക്കുകയോ അല്ലെങ്കിൽ കത്തിച്ച് ഭസ്മമാക്കുകയോ അല്ലെങ്കിൽ കടലിലേക്ക് എറിഞ്ഞിട്ട് മീനോ മറ്റോ തിന്നാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പെട്ടി ഉണ്ടാക്കി മരുന്ന് ഇട്ടിട്ട് അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കോ, എന്ത് ചെയ്താലും ശരി, ആ മരിച്ചുപോയ ശരീരത്തിൽ നിന്ന് മാംസപേശികൾ പുഴുക്കൾ തിന്ന് തീർത്ത് അതിന്റെ സന്ധികളിൽ നിന്ന് കണക്ഷൻ വിട്ട് പുഴുക്കൾക്ക് തിന്നാൻ പറ്റുന്നിടത്തോളം തിന്ന് ബാക്കി എല്ലുകളാണ്. ഈ എല്ലുകളെയൊക്കെ പെറുക്കി കൂട്ടി നിങ്ങളെ ഒരു സൃഷ്ടിയായി രൂപപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? കൃത്യമാണ് വാക്ക്, ഭയങ്കര വാക്കാണ്. ഒറ്റ വാക്കിൽ എല്ലാം ഒതുക്കിയല്ല. അല്ലൻ നജ്മഅ ഇളാമ, ഈ എല്ലുകളെയൊക്കെ പെറുക്കി കൂട്ടി ഒരു സൃഷ്ടി, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? എന്നിട്ട് അല്ലാഹു തആല പറയാൻ, ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, ബല അറിയണം, ഖാദിരീന നാം കഴിവുള്ളവനാണ്, അലാ അൻ നുസവ്വിയ ബനാന, നിങ്ങളുടെ വിരലിന്റെ അറ്റത്തുള്ള രേഖകളില്ലേ, കൈരേഖയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന രേഖകൾ, അതിന്റെ ശാസ്ത്രീയ വിശകലനം എന്താണെന്നറിയുമോ? 500 കൊല്ലം കഴിഞ്ഞാലേ ഒരാൾക്കുള്ള രേഖ മറ്റൊരാൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അതായത് നമ്മുടെ ഈ കൈവെള്ളയിലുള്ള രേഖകൾ, കൈന്റെ തലക്ക് നമ്മുടെ ചുണ്ടപ്പിന് ഉപയോഗിക്കുന്ന രേഖകളില്ലേ, 500 കൊല്ലം മുമ്പായിരിക്കും ഇതേപോലത്തെ ഒന്നുണ്ടായിട്ടുണ്ടാവുക. അത്രമാത്രം വ്യത്യസ്തമാണ് കൈരേഖകൾ എന്നാണ് ആധുനിക ശാസ്ത്രത്തിന്റെ ശരീരശാസ്ത്ര വിശകലനന്മാർ പറയുന്നത്. ഇവിടെ അല്ലാഹു തആല ബനാന എന്ന് പറഞ്ഞത് നമ്മുടെ കൈരേഖകളെ പറ്റിയാണ്. നിങ്ങളുടെ കയ്യിന്റെ അറ്റത്തുള്ള രേഖകളില്ലേ, അതും കൂടി വളരെ കൃത്യമായി തസ്വിയത്ത് ചെയ്യാൻ ഞാൻ കഴിവുള്ളവനാണ്. ബല അറിയണം, അലാ അൻ ഖാദിരീന നാം കഴിവുള്ളവർ തന്നെയാണ്, അലാ അൻ നുസവ്വിയ ബനാന നിങ്ങളുടെ വിരൽത്തുമ്പിലുള്ള രേഖകളെ തസ്വിയത്ത് സന്തുലിതത്വം ഏർപ്പെടുത്താൻ കൂടെ നാം കഴിവുള്ളവരാണ്. പുതിയ സൃഷ്ടി, രണ്ടാമത് സൃഷ്ടിക്കുന്ന സൃഷ്ടിയെ പറ്റിയാണ് പറഞ്ഞത്. ഈ എല്ലുകളും മറ്റൊരുമിച്ച് കൂട്ടിയിട്ട് വീണ്ടും സൃഷ്ടിക്കുന്ന ആ സൃഷ്ടിക്ക് വരുന്ന മാറ്റങ്ങളെ പറ്റി പറയാം. അത്ര വ്യത്യാസമില്ലാതെ നിങ്ങളെ തന്നെ ഒന്നും കൂടി നിർമ്മിക്കാൻ ഞാൻ കഴിവുള്ളവനാണ്. പക്ഷെ മനുഷ്യൻ അവന്റെ മുന്നിൽ വരാനിരിക്കുന്ന ഈ ഭയാനകമായ ഘട്ടത്തെ നിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നു, കളവാക്കാൻ ഉദ്ദേശിക്കുന്നു. യുരീദുൽ ഇൻസാൻ, മനുഷ്യൻ ഉദ്ദേശിക്കുന്നു ലിയഫ്ജുറ അമാമ, അവന്റെ മുന്നിൽ വരാനുള്ളതിനെ തള്ളാൻ മനുഷ്യൻ ഉദ്ദേശിക്കുന്നു. വേണ്ട,
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. യസ്അലു, ഈ മനുഷ്യൻ ചോദിക്കുന്നു, അയ്യാന യൗമുൽ ഖിയാമ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക, ഏത് ഖിയാമത്ത് നാള്, എന്ത് ഖിയാമത്ത് നാള് എന്നൊക്കെ ഈ മനുഷ്യൻ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യഖുൽ ബൽ യരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ ഫഇദാ ബരിഖൽ ബസർ. നിങ്ങളെ കണ്ണുകളൊക്കെ റാഞ്ചിയെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ വഖസഫൽ ഖമർ, ചന്ദ്രൻ പൂർണ്ണമായും മറഞ്ഞു പോവുകയും ചെയ്താൽ വജുമിഅ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒരേ രേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്താൽ അല്ലാഹു അക്ബർ യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. അന്ന് മനുഷ്യൻ പറയാൻ തുടങ്ങും, ഇനി എവിടത്തേക്കാണ് ഓടുക, എങ്ങോട്ടാണ് രക്ഷപ്പെടുക എന്നന്ന് മനുഷ്യൻ പറയാൻ വേണ്ടി തുടങ്ങും. അന്നത്തെ ദിവസമായിരിക്കും ഈ ഭൂമിയിൽ വെച്ച് അവൻ ചെയ്ത കാര്യങ്ങളെ മുഴുവനും അവന്റെ മുമ്പിൽ വിശദീകരണത്തിന് വെക്കുക. ഇതല്ലേ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെയും പറഞ്ഞില്ലേ, യഹ്സബുൽ ഇൻസാൻ, മനുഷ്യർക്ക് തോന്നിപ്പോയോ, അയ്യുത്രക സുദാ, നിങ്ങൾ ഞാൻ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? നിങ്ങൾ ഇനി ഭൂമിയിൽ ജീവിക്കുന്ന അതേ അവസ്ഥയ്ക്ക് മരിച്ചാൽ നിങ്ങളെ പറ്റി ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ എവിടെയും കൊണ്ടുപോയി കുഴിച്ചിട്ട് പുഴുക്കൾക്ക് തിന്നാനുള്ള ഭക്ഷണമാക്കി മാറ്റും. നിങ്ങൾ വെറും ജീർണിച്ച ശവങ്ങൾ മാത്രമായി മാറും. അതോടെ നിങ്ങളുടെ കഥ തീരുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അയ്യുത്രക സുദാ, വെറുതെ നിങ്ങളെ ഉപേക്ഷിക്കപ്പെടും, നിങ്ങളെ പിടുത്തം കിട്ടുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ അലം യകുൻ നുത്ഫത്തൻ മിൻ മനിയ്യിൻ യുംന. എന്നിട്ട് അല്ലാഹു ഇന്നലെകളെ പറ്റി പറയുന്നു, അലം യകു, മനുഷ്യൻ ആയിരുന്നില്ലേ, നുത്ഫത്തൻ മിൻ മനിയ്യിൻ യുംന, തെറിക്കുന്ന ശുക്ലത്തിന്റെ ഒരു തുള്ളി മാത്രമായിരുന്നില്ലേ നിന്റെ ഇന്നലെ? എനിക്ക് എന്താ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തത്? തെറിക്കുന്ന ശുക്ലത്തുള്ളിയിൽ ഒരു തുള്ളി മാത്രമായില്ലേ നിന്റെ ഇന്നലെ? നിന്റെ ഉത്ഭവം അങ്ങനെയല്ലേ? നുത്ഫത്തൻ മിൻ മനിയ്യിൻ യുംന സുമ്മ കാന അലഖതൻ. ആ ഇന്ദ്രിയത്തിലൂടെ ബീജമായി ഗർഭാശയത്തിലേക്ക് കടന്നപ്പോൾ അതിനെ ഭ്രൂണമാക്കി മാറ്റിയത് ഞാനായിരുന്നില്ലേ? സുമ്മ കാന അലഖതൻ, ഞാനല്ലേ അതിനെ ഭ്രൂണമാക്കി രൂപപ്പെടുത്തിയത്? ഫഖലഖ്, ഞാനല്ലേ ഗർഭാശയത്തിൽ ആ ഭ്രൂണത്തെ ഒരു മനുഷ്യ സൃഷ്ടിയായി രൂപപ്പെടുത്തിയത്? ഫസവ്വ, ആ സൃഷ്ടിപ്പിൽ തന്നെ കൈ, കാല്, കണ്ണ്, നാക്ക്, മൂക്ക്, ഇതിനെല്ലാം ഒരു സന്തുലിതത്വം ഏർപ്പെടുത്തിയത് ഗർഭാശയത്തിൽ അത് ഞാനായിരുന്നില്ലേ? ഫഖലഖ ഫസവ്വ ഫജഅല മിൻഹു സൗജൈനി الذكر والانثى. ആണാണോ പെണ്ണാണോ എന്നത് ഞാൻ തന്നെയല്ലേ തീരുമാനിച്ചത്? ഗർഭാശയത്തിൽ വെച്ച് നിങ്ങളാക്കിയതാണോ? നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ? ആണ് പെണ്ണ് എന്ന വേർതിരിവ് ഗർഭാശയത്തിൽ വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയില്ലേ? الذكر والانثى. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു ബുദ്ധിയുള്ളവരോട്, അലൈസ ദാലിക, ഈ പറയപ്പെട്ട വിഷയം ആയിരുന്നില്ലേ പോരെ, ബിഖാദിരിൻ, കഴിവുള്ളവനാണ് അല്ലാഹു എന്നതിന് ഇത്രയും വിഷയങ്ങൾ പോരെ, അലാ അൻ യുഹ്യിയൽ മൗത, മരിച്ചവനെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിയും എന്നതിന് ഇത്രയും തെളിവ് പോലെ, എന്നിട്ടും നിങ്ങൾ നാളത്തെ ജീവിതം നിഷേധിച്ചിട്ട് മുന്നോട്ട് പോകുകയാണോ? ഇതൊക്കെ ചോദിച്ചിട്ടാണ് അല്ലാഹു തആല പറയുന്നത്, ഒരുങ്ങിക്കൊള്ളുക നാളത്തേക്ക്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, വൽ തൻദുർ നഫ്സുൻ, ഓരോരുത്തരും ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളട്ടെ, മാ ഖദ്ദമത്തിൽ ലിഗദ്, നാളത്തേക്ക് എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്ന്. അതെ, നിങ്ങൾ ഇവിടെ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ ശ്രദ്ധിക്കാനാണ് മെനക്കെടേണ്ടത്. ഇവിടെയാണ് കൂട്ടരെ ഷഹാദത്തിന്റെ ചർച്ച സജീവമായി വരുന്നത്. തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം എന്താ? ഷഹാദത്ത് സഹിയാക്കുക എന്നതാ. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടിട്ട് കരാർ അല്ലാഹു തആലക്ക് കൊടുക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന രണ്ടാം കലിമ വരുന്നത് അവിടെയാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട ഈമാനിന്റെ രണ്ടാം കലിമ വരുന്നില്ല, ഒറ്റ കലിമയേ ഉള്ളൂ, അള്ളാഹ് മാത്രമേ ഉള്ളൂ. അല്ലീമാനു ബില്ല, ഈമാൻ കാര്യം 6, അതിലൊന്ന് അല്ലീമാനു ബില്ല. അതിൽ അൽ ഈമാനു ബില്ലാഹി റസൂലിഹി എന്നില്ല അവിടെ. അവിടെ അല്ലീമാനു ബില്ലാന്നേ ഉള്ളൂ. റസൂലിൽ നിന്ന് എവിടെയാ വരുന്നത്? നാലാമത്തെ കാര്യമായ റസൂലിഹി എന്നിടത്താണ് റസൂൽ വരുന്നത്, അല്ലേ?
ആമന്തു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. നാലാമത്തെ വിഷയത്തിലാണ് റസൂൽ വരുന്നത്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യത്തിൽ രണ്ടും ഒന്നിലാണ് വരുന്നത്. ഈമാന്റെ വിഷയത്തിൽ അള്ളാഹു ഒന്നിലും റസൂല് വേറൊന്നിലുമാണ് വരുന്നത്. ഇസ്ലാമിന്റെ വിഷയത്തിൽ അമ്പിയും റസൂലും ഒറ്റൊന്നിലാണ് വരുന്നത്. അവിടെയാണ് ഷഹാദത്തിന്റെ പ്രസക്തി. അപ്പൊ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ രീതിയിലാണ്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ, അല്ലാഹ് അല്ലാത്ത മറ്റൊന്നിനെയും ഞാൻ അംഗീകരിക്കുകയില്ല. അത് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് അള്ളാഹ്ക്ക് ഉറപ്പ് കൊടുക്കലാണ്. അതെങ്ങനെയാണ് ഞാൻ തെളിയിക്കുക? മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിനു വേണ്ടി എനിക്ക് നിയോഗിച്ചു തന്ന പ്രവാചകനാണ് മുഹമ്മദ്. മുഹമ്മദ് എന്താണോ പറഞ്ഞത് അതനുസരിച്ചിട്ടേ ഞാൻ ജീവിക്കുകയുള്ളൂ. കാരണം എനിക്ക് നാളെ രക്ഷപ്പെടണമെങ്കിൽ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാനം എന്റെ ജീവിതമാക്കുക, രണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അനുബന്ധം എന്റെ ജീവിതമാക്കുക. എന്നിട്ട് ഞാൻ ഷഹാദത്ത് അല്ലാഹ് കൊടുത്ത കരാറ് ജീവിച്ച് തെളിയിച്ചു കൊടുക്കുക. അതിനുവേണ്ടി ഞാൻ അനുബന്ധ കാര്യങ്ങളായ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മുതലായവ ശ്രദ്ധിക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹിലാണ്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു അല്ലാത്ത സകലതിനെയും മനസ്സിൽ നിന്ന് മാറ്റിക്കളയാതെ ഒരു കാരണവശാലും ഷഹാദത്ത് സഹിയാകുകയില്ല. ജാറങ്ങളുമായിട്ടുള്ള ബന്ധം, ശൈഖുകളുമായിട്ടുള്ള ബന്ധം, മരിച്ചുപോയവരുമായിട്ടുള്ള ബന്ധം, അതേപോലെ തന്നെ ശക്തികൾ വ്യക്തികൾ, ജിന്നുകളുമായിട്ടുള്ള ബന്ധം, മനുഷ്യരുമായിട്ടുള്ള മലക്കുകളുമായിട്ടുള്ള ബന്ധം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് മുഴുവനത്തെയും മാറ്റി നിർത്തിയാൽ മാത്രമേ ഷഹാദത്ത് സഹിയാവുകയുള്ളൂ. ഇത് പറയാൻ അല്ലാഹു തആല നിയോഗിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് നമ്മുടെ ചർച്ച. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. രണ്ടാമത്തെ ഷഹാദത്തെ പറ്റി പറയുമ്പോൾ ഒന്നാമത്തെ ഷഹാദ പറയാതിരിക്കാൻ വൃത്തിയില്ല. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ സമയം തീരും. അതുകൊണ്ട് തന്നെ വിഷയം നീണ്ടുപോകും. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹിൽ നാം എന്തെല്ലാം ശ്രദ്ധിച്ചിരിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ശ്രദ്ധിച്ചിരിക്കേണ്ട വിഷയങ്ങൾ മനസ്സിലായി. ലാ ഇലാഹ പൂർത്തിയാവണം. ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ഇലാഹുകൾ മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ മനുഷ്യൻ അവന്റെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സകലതും ഇലാഹുകളാണ്. അലാ ഇലാഹ, പിന്നെ ആരാണ് കാര്യങ്ങൾ? ആ അല്ലാഹു മാത്രമാണ്. ഇത് റെഡിയായെങ്കിൽ മാത്രമേ ആ കലിമത്ത് ഷഹാദ പൂർത്തിയാവുകയുള്ളൂ. അതിനു വേണ്ടി അല്ലാഹു തആല ഏർപ്പാടാക്കിയത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാത്ത, മുഹമ്മദി റിസാലത്ത് അല്ലാത്ത ഒരു ശൈഖിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഒരു വലിയന്റെ കയ്യിലൂടെയോ അല്ലെങ്കിൽ ഒരു മഹാന്റെ കയ്യിലൂടെയോ മഹദിയുടെ കയ്യിലൂടെയോ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാക്കി എടുക്കാൻ പറ്റുകയില്ല. അപ്പൊ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഷഹാദയും സഹിയായിരിക്കണം. അതിന് നാം മുഹമ്മദുർ റസൂലുള്ളാഹി സഹിയാക്കാൻ എന്താണ് വേണ്ടത് എന്ന് പഠിച്ചിരിക്കണം. അതിൽ നാം ചർച്ച ചെയ്തു. ഒന്നാമതായിട്ട് വേണ്ടത് 5 കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഒന്ന്, മുഹമ്മദിന്റെ മുഹമ്മദിയത്ത് അംഗീകരിച്ചു കൊടുക്കണം. 2, മുഹമ്മദ് നബി 100% അബ്ദാണ്, മഅബൂദല്ല എന്ന് അംഗീകരിച്ചു കൊടുക്കണം. ഞങ്ങളെ പാപ്പാ, ഞങ്ങളെ കാര്യങ്ങൾ തട്ടിത്താ ഉപ്പാപ്പാ, ഞങ്ങളെ വിഷയം പൂർത്തിയാക്കിത്താ ഉപ്പാപ്പാ, ഞങ്ങളെ കീശി പൈസ ഉപ്പാപ്പാ, ഞങ്ങളെ രോഗം മാറ്റിത്താ ഉപ്പാപ്പാ. വല്ലാഹി അതൊരു കാഫിറാ, മുശ്രിക്കുവാൻ. എന്താണ് സംശയക്കാര്യത്തിൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫ്ർ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ജാറത്തിലോ മറ്റോ പോയി അവിടെ കിടക്കുന്ന മഹാദി മഹദിയെയും കാര്യങ്ങൾ നടക്കുന്നതിന് ഇടയാളാക്കുന്നത് കുഫറാണ് എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? അത് റഹ്മാൻ എന്ന ഇസ്മിനെതിരാണ്. അതുകൊണ്ടാണ്. അല്ലാഹു റഹ്മാനാണ്. എന്താണ് നമ്മുടെ പഴയ കാലം മുതലേ കൊല്ലം പഠിക്കാനോട് ഞാൻ ചോദിക്കട്ടെ, പഴയ കാലത്ത് മദ്രസയിൽ വെച്ച് നാം എന്താണ് ബിസ്മിക്ക് അർത്ഥം വെച്ച് പഠിപ്പിച്ചത്? ഷെയ്ഖി ഉസ്താദുമാര്, ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അർ റഹ്മാൻ, എങ്ങനത്തെ അല്ലാഹ്? അർ റഹ്മാൻ, ഈ ദുനിയാവിൽ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലാഹ്. പിന്നെ എങ്ങനത്തെ അല്ലാഹ്? അർ റഹീം, ഈ ദുനിയാവിൽ അള്ളാഹിനെ അനുസരിച്ചവർക്ക് ആഖിറത്തിൽ പ്രത്യേകം ഗുണം ചെയ്യുന്ന അല്ലാഹ്. അപ്പൊ എന്താണ് റഹ്മാൻ എന്ന വാക്കിന്റെ മഅന?
അള്ളാഹുവിൽ നാം സമ്മതിച്ചു കൊടുക്കുകയല്ലേ അള്ളാഹ് റഹ്മാനാണെന്ന്. എന്താണ് റഹ്മാൻ? ജാതിയോ മതമോ വിശ്വാസമോ കർമ്മമോ ഇതൊന്നും പരിഗണിക്കാതെ ഭൂമിയിൽ എന്താവശ്യമുണ്ടെങ്കിലും അത് പൂർത്തിയാക്കി കൊടുക്കുന്നവനാണ് അള്ളാഹ്. ഇതല്ലേ അനുസരിക്കുന്നവനിക്കും അനുസരിക്കാത്തവനിക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നുവെന്ന്. എന്താണ് അതിന്റെ വായന? എന്താണ് ഇതിന്റെ മഴ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന അള്ളാഹുവ, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ട്, ഇവിടുത്തെ ജൂതന്മാർ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന അള്ളാഹുവാണ് അള്ളാഹ് റഹ്മാൻ ആയതുകൊണ്ട്, ഇവിടുത്തെ മജൂസികൾ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന അള്ളാഹുവാണ് അള്ളാഹ് റഹ്മാൻ ആയതുകൊണ്ട്, ഇവിടുത്തെ നിരീശ്വരവാദികൾ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന അള്ളാഹുവാണ് അള്ളാഹ് റഹ്മാൻ ആയതുകൊണ്ട്, അതേപോലെ ഇവിടുത്തെ ഷിയാക്കൾ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന അള്ളാഹ് റഹ്മാൻ ആയതുകൊണ്ട്, ഇതല്ലേ നാം അംഗീകരിച്ചു കൊടുക്കുന്ന വിഷയം. അപ്പോൾ ഇവിടെ ഷീഈ മൊല്ലന്മാര് സാധാരണക്കാരനെ പറഞ്ഞ് അവരെ വഞ്ചിക്കുന്നത് എന്താണ്? നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അള്ളാഹു നമ്മളും നല്ല ബന്ധത്തിലായിരിക്കണം. അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തി തരേണ്ടത്. നമ്മളും അള്ളാഹും തമ്മിൽ നല്ല ബന്ധമല്ല. നമ്മൾ പാപികളാണ്. നമ്മളിൽ കള്ളുകുടിയന്മാരുണ്ട്, നമ്മളിൽ സിന ചെയ്യുന്നവരുണ്ട്, പലിശ തിന്നുന്നവരുണ്ട്, ചീട്ട് കളിക്കുന്നവരും ചൂത് കളിക്കുന്നവരും ലോട്ടറി എടുക്കുന്നവരും ഉണ്ട്. പിന്നെ എങ്ങനെയാ അള്ളാഹു നമ്മുടെ കാര്യം നടത്തി തരിക? നമ്മൾ നിസ്കരിക്കുന്നില്ല, നോമ്പും നോക്കുന്നില്ല, സാധാരണക്കാരായ അവസ്ഥ ഇതാ. പിന്നെ എങ്ങനെയാ നമ്മുടെ കാര്യം അള്ളാഹ് നടത്തി തരിക? അപ്പൊ സ്വാഭാവികമായി നടത്താൻ പറ്റിയ ആളെ ഇടയ്ക്ക് വെച്ചു കൊടുക്കണം. അതിനാണ് ഔലിയാക്കള്, അതിനാണ് അമ്പിയാക്കള്, അതിനാണ് മുസ്ലിങ്ങള്. അവരെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ അള്ളാഹ് പറയണേ, അള്ളാഹ് ഈ ഔലിയ നിനക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ, ഈ തങ്ങള് നിനക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ, ഞാനൊന്നിനും കൊള്ളൂല്ലെങ്കിലും ഇദ്ദേഹം നല്ല ആളാണല്ലോ, അദ്ദേഹത്തിന്റെ വർക്കത്തോടെ എന്റെ കാര്യങ്ങൾ നടത്തിത്ത എന്ന് നാം പറയണം അള്ളാഹുവിനോട് കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ. എന്നല്ലേ ഇവിടുത്തെ ഷീഈ മൊല്ലമാര് ജാറങ്ങളെയും മറ്റും വെച്ചുകൊണ്ട് സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ പ്രസംഗം കേട്ടാണല്ലോ. പലപ്പോഴും നമ്മളിവിടുത്തെ ഷീഈ മൊല്ലമാരെ പ്രസംഗം കേട്ടതാണല്ലോ. അവര് നേരിട്ട് തരുന്ന നമുക്ക് വിശ്വാസമൊന്നുമില്ല, നമ്മൾ നേരിട്ട് വിളിക്കാറില്ല, അവര് തരുന്നില്ല നമുക്കറിയാം. പക്ഷെ അവരെ ബർക്കത്തുകൊണ്ടാ നമുക്ക് കിട്ടുന്നത്. കാര്യം എന്താ? നമ്മൾ പാപികളാണ്, നമ്മൾ ദോഷികളാണ്. അപ്പൊ അള്ളാഹു നമുക്ക് തരൂല എങ്കിൽ അള്ളാഹു റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിക്കലാണ്. അപ്പൊ ജാറവുമായിട്ടുള്ള ബന്ധം അള്ളാഹുവിന്റെ ഇസ്മായ റഹ്മാനെയും അള്ളാഹുവിന്റെ സിഫത്തായ റഹ്മത്തിനെയും നിഷേധിക്കലാൻ അത് കുഫ്റാൻ. അതുകൊണ്ട് അത്തരക്കാര് കാഫിറാൻ. അല്ലെങ്കിൽ റഹ്മാന്റെ വാക്കിനർത്ഥം ഇത് നമ്മൾ പഠിപ്പിച്ചതല്ലല്ലോ, സലഫികൾ പഠിപ്പിച്ചതല്ലല്ലോ. നൂറ്റാണ്ടുകളോളമായിട്ട് കേരളത്തിലെ ജനങ്ങൾ പഠിച്ച വിഷയമല്ല ഇത്. നമ്മളെ പിള്ളേരല്ല, നമ്മളെല്ലാം മദ്രസയിൽ അങ്ങനല്ലേ ചൊല്ലിപ്പടിച്ചത്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ് എന്ന് അള്ളാഹു തആല പറയുക. അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ് ഞാൻ. നമ്മൾ പറയുക ആ അള്ളാഹ് തരണമെങ്കിൽ വേറെ ആരെങ്കിലും വേണമെന്ന്. അപ്പൊ അള്ളാഹ് പറഞ്ഞാണോ ശരി, വല്ല പറഞ്ഞാണോ ശരി? തിരിച്ചറിയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതായിരിക്കട്ടെ വരും നാളുകളിൽ നമ്മുടെ ചർച്ചയും നമ്മുടെ ശ്രദ്ധയും. ഇത് ഞാൻ ആദ്യം ഊന്തി പറയുന്നത് സലഫികളോടാണ്. കാരണം ഇതിന്റെ ABCD എന്താണെന്ന് മനസ്സിലായവർ സലഫികളാണ്. ഷിയാക്കൾക്ക് ചിലപ്പോൾ അന്ധമായി അവരുടെ പുരോഹിതന്മാരെ അനുസരിക്കുകയും സലഫിയത്ത് കേൾക്കുന്നതിൽ നിന്ന് അവരെ ചെവിയും കണ്ണും കാതും മൂടി വെക്കുകയും ചെയ്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഗ്രഹിക്കാൻ കഴിഞ്ഞോളന്നില്ല. സെൽഫികൾക്ക് ഇത് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുമ്പോൾ അള്ളാഹു തന്നൊരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഷഹാദത്തിനെ കീറി പരിശോധിച്ചു കൊണ്ടിരിക്കണം. 24 മണിക്കൂറും 24 മണിക്കൂറിൽ ഒരു സെക്കൻഡ് ഷഹാദത്ത് വിട്ടുകൂടാ. അതേസമയം നിസ്കാരം ഒരു ദിവസം 24 മണിക്കൂറിൽ ഏറി വന്നാൽ 2 മണിക്കൂർ മതി 5 നേരത്തെ നിസ്കാരവും സുന്നത്തും എല്ലാം പൂർത്തിയാക്കാൻ. ബാക്കി 23 മണിക്കൂറും 22 മണിക്കൂർ ഫ്രീ ആണ്. സക്കാത്ത് വർഷത്തിൽ ഒരിക്കേ കൊടുക്കേണ്ടുള്ളൂ, ബാക്കി മുഴുവനും ഫ്രീ ആണ്. നോമ്പ് വർഷത്തിൽ ഒരു മാസേ നോക്കേണ്ടതുള്ളൂ, ബാക്കി 11 മാസം ഫ്രീ ആണ്. ഹജ്ജ് ജീവിതത്തിൽ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, ബാക്കി ജീവിതമേ ഫ്രീ ആണ്. ഷഹാദ 24 മണിക്കൂറിൽ ഒരു സെക്കൻഡ് മാറിക്കൂടാ. മാറിയാൽ കാലാകാലം നരകത്തിലേക്ക് പോകും. എങ്കിൽ ഏതാണ് അപകടം? അതുകൊണ്ട് ഷഹാദത്ത് ഗൗരവമായിട്ട് നാം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അത് നിലനിന്ന് കിട്ടണമെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഒരു പന്ത് എത്ര ശക്തമായി ഒരു ചുമരിൽ എറിയുന്നോ അത്രയും ശക്തമായിട്ടായിരിക്കും തിരിച്ചു വരിക. എത്ര മെല്ലെ എറിയുന്നോ അത്രയും പതുക്കെയായിരിക്കും ആ പന്ത് തിരിച്ചു വരിക. അതുകൊണ്ട് ശക്തമായിട്ട് പറയുക, എന്നിട്ട് വേണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് തിരിച്ചു വരാൻ. അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാ നസീബാക്കി കൊടുക്കട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചുപോയവർ ബർസഖിന്റെ ലോകത്ത് അല്ലാഹുവിന്റെ അടുക്കലാണ്. ചിലർ അല്ലാഹുവിന്റെ അടുക്കൽ വളരെ സന്തോഷത്തിലാണ്, മറ്റു ചിലർ അല്ലാഹുവിന്റെ അടുക്കൽ വളരെ പ്രയാസത്തിലാണ്. എല്ലാവരെയും അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് ആ നല്ലവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മുടെ രോഗികൾ ബാപ്പമാര്, ഉമ്മമാര്, കുടുംബക്കാര്, ബന്ധുക്കൾ, ചിലർ ആശുപത്രികളിലാണ്, ചിലർ വീടുകളിലാണ്. ആണുങ്ങള്, പെണ്ണുങ്ങള്, കുട്ടികള്, വലിയവര്, മുസ്ലിമീങ്ങള്, അമുസ്ലിമീങ്ങള്, അല്ലാഹു തആല സകല രോഗങ്ങളെയും അവന്റെ ഖുദ്റത്ത് കൊണ്ട്, അസ്ബാബുകളെ പരിഗണിക്കാതെ അല്ലാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് റഹ്മാനായ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. നമുക്ക് അല്ലാഹു തആല അത്തരം രോഗങ്ങളൊന്നും വരാതെ, ഒരു ജലദോഷം കൊണ്ട് പോലും പരീക്ഷിക്കാതെ അല്ലാഹു നമുക്ക് ആഫിയത്ത് നിലനിർത്തുകയും ആ ആഫിയത്തോടെ മരിക്കാനും അല്ലാഹുവിനെ കണ്ടുമുട്ടാനും പാകമായ ഷഹാദ അതിന്റെ പൂർണ്ണതയിൽ എത്തി മരിക്കാനുള്ള അവസ്ഥകൾ അല്ലാഹു നമുക്ക് നസീബാക്കി തരികയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ فقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه وأتباعه ومن تبعهم بإحسان إلى يوم الدين اللهم ارض عن الخلفاء الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم اللهم ارحمنا وارحم والدينا رب ارحمهما كما ربياني صغيرا اللهم ارحمنا وارحم موتانا وموتى المسلمين اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين اللهم عافنا وعاف مبتلانا ومبتلى المسلمين اللهم اشفنا واشف مرضانا ومرضى المسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على خير خلقه محمد وآله وصحبه أجمعين.